പഴയതിൽ ഇപ്പോഴത്തെ പുതുമ കൂടെ കലർന്ന ഒരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. അടിപൊളിയായിരുന്നു ആക്ച്വലി. നമുക്ക് മോഹൻലാലിൻ്റെ വേറൊരു ഇത് കൂടെ കിട്ടി. മോഹൻലാൽ സത്യൻ അന്തിക്കാട് ആ ഒരു കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, പണ്ടത്തെ ആ ഒരു ഫണ്ണി ക്യാരക്ടേഴ്സ് എല്ലാം നമുക്കിതിൽ കിട്ടിയായിരുന്നു. സോ മൊത്തത്തിൽ പറഞ്ഞ ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയായിരുന്നു. പഴയതിൽ ഇപ്പോഴത്തെ പുതുമ കൂടെ കലർന്ന ഒരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. ലാലേട്ടൻ സത്യനന്ദിക്കാടിൻ്റെ ഒരു തിരിച്ചുവരവ് കുറച്ച് നാൾക്ക് ശേഷം നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. സന്ദീപിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുള്ളും സന്ദീപിൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയൻ സീനായിരുന്നു. കോമഡീസൊക്കെ മിക്കവാറും നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. ലാലേട്ടൻ സന്ദീപ് കോമഡി കോംബോ നന്നായി വർക്കൗട്ടായി. പിന്നെ എടുത്തു പറയേണ്ടത് ഓവറോൾ ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടം. ലാലേട്ടൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടർ, ഇമോഷണലാണ്, തമാശയുണ്ട്, എല്ലാം ത്രൂ ഔട്ട് ഭയങ്കര ഒരു സിമ്പിൾ കോമൺ മാൻ ഫീലുണ്ട് ലാലേട്ടൻ്റെ. സോ പിന്നെ സത്യനന്ദിക്കാടിൻ്റെ കുറേ പടങ്ങളൊക്കെ നമുക്ക് യങ്സ്റ്റേഴ്സ് അധികം റേറ്റ് ചെയ്യാൻ പറ്റാത്തായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും റേറ്റ് ചെയ്യാൻ പറ്റും. കാരണം പുള്ളിയുടെ മക്കൾ കൂടി അതിന് ഇൻവോൾവ് ആണെന്ന് എനിക്കറിയാം. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇപ്പോഴത്തെ ബോത്ത് ജനറേഷന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി അതേപോലെ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സത്യനന്ദിക്കാട് ലാലേട്ടൻ മൂവിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു ഫാമിലി മൊമെൻറ്റ്സ് അങ്ങനെയുള്ള കോമഡി രംഗങ്ങളൊക്കെ ഉള്ള അടിപൊളി മൂവിയാണ്. ലാലേട്ടനും സംഗീത് പ്രതാപമായിട്ടുള്ള ഗീവ് ആൻഡ് ടേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിലൊരു നല്ല ഇമോഷണൽ ബാക്കപ്പുള്ള നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി ചിത്രം കണ്ട ഒരു ഫീലാണ്. ഇപ്പോൾ ലാലേട്ടൻ്റെ തുടർച്ചയായ ഹാട്രിക്കാണ് ഈ വർഷം 2025 ലാലേട്ടൻ്റെ വർഷം തന്നെയാണെന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ്. ഈ ഓണത്തിന് ഫാമിലി ആയിട്ട് കാണാൻ ഇത്തിരി രസകരമായിട്ട് കണ്ടിരിക്കാൻ, ഫീൽ ഗുഡായിട്ട് കണ്ടിരിക്കാൻ ഉള്ള എല്ലാ എലമെൻസും ഉള്ള ഒരു മൂവിയാണ്.